രാഷ്ട്രീയത്തിൽ അസാധാരണമായ പ്രതിസന്ധികൾക്കും ചർച്ചകൾക്കും വഴി തുറന്നുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും രണ്ടാം LDF സർക്കാരിന്റെ പ്രവർത്തന ശൈലിക്കെതിരെയും ഇടതുമുന്നണിയിലെ രണ്ടാം കക്ഷിയായ CPI സംസ്ഥാന കൗൺസിലിൽ ആഞ്ഞടിച്ചിരിക്കുന്നു. ചരിത്രത്തിലില്ലാത്ത വിധം രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങളെയും പാർട്ടിക്ക് ഭരണത്തിന്മേലുള്ള നിയന്ത്രണ നഷ്ടത്തെയും CPI നേതാക്കൾ വിമർശിച്ചത്. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിലും എക്സിക്യൂട്ടീവിലും നേരത്തെ ഉയർന്നുവന്ന അതൃപ്തിയുടെ തുടർച്ചയായിരുന്നു സംസ്ഥാന കൗൺസിലിലെ ചർച്ചകളെങ്കിലും ഇത്തവണത്തെ മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ പ്രവണതകളെ നേരിട്ട് വിചാരണ ചെയ്യുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. മുന്നണി മര്യാദകൾ ലംഘിക്കപ്പെടുന്നുവെന്നും തിരുത്തൽ ശക്തിയാകേണ്ട CPI പലപ്പോഴും കാഴ്ചക്കാരായി മാറുന്നുവെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രവർത്തനങ്ങളിൽ CPM-ന് പോലും യാതൊരുവിധ നിയന്ത്രണവുമില്ല എന്ന ഗുരുതരമായ ആരോപണമാണ് കൗൺസിലിൽ ഉയർന്ന പ്രധാന വിമർശനം. ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി മുഖ്യമന്ത്രിയുടെ അമിതമായ അടുപ്പമാണ്. വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴും വർഗീയമായ ചുവയുള്ള പ്രസ്താവനകൾ നടത്തുമ്പോഴും മുഖ്യമന്ത്രി അദ്ദേഹത്തെ പരസ്യമായി ന്യായീകരിക്കുന്നത് ഇടതുപക്ഷ നയങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കൗൺസിൽ വിലയിരുത്തി. മുഖ്യമന്ത്രിയുടെ ഈ നിലപാട് ഇടതുപക്ഷത്തിന്റെ മതനിരപേക്ഷ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തിയെന്നും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചുവെന്നും ചില അംഗങ്ങൾ തുറന്നടിച്ചു. മുഖ്യമന്ത്രിക്ക് മേൽ CPM നേതൃത്വത്തിന് അല്പമെങ്കിലും നിയന്ത്രണം ഉണ്ടായിരുന്നെങ്കിൽ വെള്ളാപ്പള്ളി വിഷയത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഈ ന്യായീകരണങ്ങൾ അദ്ദേഹം തിരുത്തുമായിരുന്നുവെന്നും CPI കൗൺസിൽ നിരീക്ഷിച്ചു.